ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഓക്സിജൻ ഐഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളെ നിത്യജീവിതത്തിൽ നമുക്ക് ഒട്ടും തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകം തന്നെയായ നമ്മളെ സോപ്പ്. അതായത് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് നമ്മളെ കടയിൽ നിന്ന് വാങ്ങണ പോലത്തേനെക്കാട്ടും കുറച്ചുകൂടി അടിപൊളി നല്ല രീതിയിൽ തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളെ ഫാറ്റിക് ആസിഡുകളിലെ ലവണത്തെയാണ് സാധാരണയായിട്ട് സോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് സാധാരണ സോപ്പിൻ്റെ ഉണ്ടാക്കുന്ന രീതി കൂടി തന്നെ നമുക്ക് കുറച്ച് കെമിക്കൽസൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടൊരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കിഡിലൻ സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് അധികം റിസ്ക് ഒന്നും എടുക്കേണ്ട, നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പ് കൊണ്ട് തന്നെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഫുള്ളായിട്ട് കണ്ടാലേ നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്ന രീതി നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ സോപ്പ് ഉണ്ടാക്കാന്ന് പഠിച്ചാലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ സോപ്പ് കൊണ്ട് കുളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വേണ്ടെന്നാണ് ഇതുപോലൊരു പാക്കറ്റാണ്. അതിന് ഇത് ഏകദേശം ഒരു 75 രൂപയാണ് ഈ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ലെക്സിൻ്റെ ഫ്ലേവറാണ്, ലെക്സിൻ്റെ പെർഫ്യൂമൊക്കെയാണ് ഇതിനുള്ളത്. പിന്നെ ഇതിനുള്ളതെന്ന് പറഞ്ഞാൽ കാസ്റ്റിക് സോഡ 170 ഗ്രാം ഉണ്ട്, ടാൽക്കം പൗഡർ 200 ഗ്രാം ഉണ്ട്, പിന്നെ കളറുണ്ട്, പെർഫ്യൂം 25 മില്ലി ഉണ്ട്. അത്രയാണ് ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഈ പാക്കറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം നമുക്കൊരു കത്രിക വെച്ചോ കത്തി വെച്ചോ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇപ്പോൾ ഞാൻ മോൾ ഭാഗം കത്രിക വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉള്ളതെന്നാണത് ഏറ്റവും അടിയത്തെ സെക്ഷനിലുള്ളത് 2 പാക്കറ്റാണ് ഉള്ളതെന്ന് തോന്നുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ പാക്കറ്റ് എന്ന് പറയുന്നത് ടാൽക്കം പൗഡറാണ്, അതായത് പൊടി പോലെയാണ്. അപ്പോൾ അത് ഞെങ്ങുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ പാക്കറ്റ് എന്ന് പറയുന്നത് ഇതിലാണ് നമ്മളെ ഇത് വരുന്നത്, ഏത് കാസ്റ്റിക് സോഡ. അപ്പോൾ ഇതിന് കുറച്ച് കല്ല് പോലത്തുള്ള പദാർത്ഥമാണ്, അപ്പോൾ അതുകൊണ്ട് കട്ടി ഉണ്ട് അതിന്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞൊരു സാധനമാണ് ടാൽക്കം പൗഡർ. ഇത് കാസ്റ്റിക് സോഡ നല്ല കട്ടിയുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ 2 പാക്കറ്റാണ് എടുത്തേക്കണം. അതിൽ പെർഫ്യൂമും കളറും വേറെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോപ്പ് നിർമ്മാണത്തിൽ നമുക്ക് ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റീൽ പാത്രം മാത്രം ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് യാതൊരുവിധ കാരണവശാലും പ്ലാസ്റ്റിക് ഒരിക്കലും ഉപയോഗിക്കരുത്, സ്റ്റീൽ മാത്രം ഉപയോഗിക്കുക. പിന്നെ നമ്മൾ എടുക്കണതെന്ന് പറയുന്നത് നമുക്കൊരു 450 മില്ലി വെള്ളം ആവശ്യമുണ്ട്. കറക്റ്റായ അളവായിരിക്കണം. കുറച്ച് കൂടിയാലും ഒരു പൊടിക്ക് കൂടിയാതൊന്നും കുഴപ്പമില്ല. ഏകദേശം ഒരു 450 മില്ലി വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ കുപ്പിയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് എന്തോരാണ്. നമുക്കൊരു 600 മില്ലിയുടെ ഒരു കുപ്പിയാണ്. അപ്പോൾ നമുക്ക് അതിലൊരു 450 മില്ലിയാണ് നമ്മളിപ്പോൾ വെള്ളം എടുത്തേക്കുന്നത്. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് എന്തോരാണ് ഏകദേശം വെള്ളത്തിൻ്റെ അളവ് എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റീൽ മാത്രം ഉപയോഗിക്കാനുണ്ട്, സ്റ്റീൽ പാത്രം മാത്രം ഉപയോഗിക്കാൻ പറഞ്ഞ വേറൊന്നുമല്ല. നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ ഇതിൽ ഭയങ്കര രാസപ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഹീറ്റാവും. നമുക്ക് സ്റ്റീലാകുമ്പോൾ ഹീറ്റിങ് കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ആണെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഉരുകും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഒരിക്കലും ഉപയോഗിക്കരുത്, സ്റ്റീൽ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇനി ചെയ്യണമെന്നാണിത്. ഇത് നമ്മളെ കാസ്റ്റിക് സോഡയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പ് ഭാഗവും നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തി വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്താൽ അത് ഈ വെള്ളത്തിൽ വീഴരുത്. അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് മാറ്റി പിടിച്ച് കട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാൻ കറക്റ്റ് വെച്ചേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഒരു എന്താ പറയുക, ഒരു കല്ല് പോലെ ഒരു കട്ടിയുള്ള ഒരു സാധനമാണ്. അപ്പോൾ യാതൊരു കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ കൈ കൊണ്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ നനഞ്ഞ കൈയാണെന്നുണ്ടെങ്കിൽ, ഒരു തരി പോലും നനഞ്ഞ കൈയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കൈ കൊണ്ട് എടുക്കരുത്. നല്ല രീതിയിൽ പൊള്ളി നമുക്ക് അപ്പം തന്നെ തൊലി പോയി ചോരയൊക്കെ വരും. അത് അങ്ങനത്തെ ഡേഞ്ചറുള്ള സാധനമാണ്. അപ്പോൾ നേരിട്ടത് വെള്ളത്തിലേക്ക് ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ കുറച്ച് താഴ്ത്തി പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു ഹീറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അവിടെ ശരിക്കും ഒരു ഹീറ്റ് കൈമൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് പിടിക്കാൻ പറ്റില്ല നേരിട്ട്. അപ്പോൾ നമുക്കത് നേരത്തെ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗത്തോണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് അലിയില്ല, അലിയും എന്നാലും മുഴുവനായിട്ട് അലിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചട്ടകം വെച്ചോ കയ്യിൽ വെച്ചോ എന്ത് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇളക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ വീഡിയോ കാണുന്ന പോലെ ഒരു അപ്പോൾ നമുക്ക് അതുകൊണ്ട് കുത്തുമ്പോൾ അറിയാൻ പറ്റും അത് ഒടിഞ്ഞ് പൊട്ടി കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ കട്ടി പിടിച്ച് കിടക്കുന്നുണ്ടോ എന്ന്. നന്നായിട്ട് ഉടക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാത്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇളകിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഇളകി കഴിയുമ്പോൾ ഈ കളറായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിത് വർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്നുള്ളത് ഇതൊരു ദിവസം മൊത്തമായിട്ട് നമ്മൾ ഉണക്കാനൊക്കെ കിട്ടുക. അല്ല, ഉണക്കാനല്ല, ഇത് കറക്റ്റ് ലയിക്കാനായിട്ട്. കാരണം ഇനി ഹീറ്റും കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഹീറ്റ് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരു ദിവസം മൊത്തം ഉണക്കാൻ വെച്ചാൽ മാത്രമേ നമുക്കിത് മൊത്തമായിട്ട് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ദിവസം മൊത്തമായിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ടാൽക്കം പൗഡറാണ് ഇന്ന് ഉപയോഗിക്കേണ്ടത്. കാരണം ഇന്നലെ നമ്മൾ കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തണുത്തുണ്ടാവും. അപ്പോൾ നമുക്കത് ഇപ്പോൾ എടുക്കണ്ട, അത് അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ ടാൽക്കം പൗഡറിൻ്റെ ടോപ്പ് ഭാഗം ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുക.
അപ്പോൾ പൊട്ടിച്ചതിട്ട് നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ഇന്നലെ സ്റ്റീലിലാണ് ചെയ്തത്. ഇത് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിലായാലും ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ നേരത്തെ ചെയ്തതെന്ന് പറയുന്നത് സ്റ്റീലിലാണ്. അത് ഹീറ്റ് ആവണോണ്ട് നമ്മൾ സ്റ്റീലിൽ ചെയ്തത്. ഇപ്പം ഇനി ഹീറ്റിംഗ് എന്നുള്ള ഇത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് ബക്കറ്റിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് 1 കിലോ വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ 1 കിലോ വെളിച്ചെണ്ണ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ കുപ്പിയിലാണ് എടുത്തേക്കണത്. പിന്നെ അതിന് ശേഷം ഒരു ചെറിയൊരു പാത്രം കൂടിയും വേണം. കാരണം നമ്മൾ 1 കിലോ വെളിച്ചെണ്ണ അല്ല ഉപയോഗിക്കേണ്ടത്. നമുക്ക് 900 ഗ്രാം വെളിച്ചെണ്ണ നമ്മൾ ഈ വലിയ കുപ്പിയിലും ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ നമ്മൾ വേറൊരു ഇതുപോലെ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മാറ്റി വെക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ 100 ഗ്രാം വെളിച്ചെണ്ണ മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ 900 ഗ്രാം വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു നല്ല വൃത്തിയുള്ള, അതായത് നല്ല പ്ലെയിനായിട്ട് കിടക്കുന്ന സർഫസ് ആവശ്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്നത് ടൈലും വേണം വെച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള മോൾഡ്, അച്ചെന്ന് പറയും, മലയാളത്തിൽ അച്ചെന്നാണ് പറയുക. അപ്പോൾ നമുക്ക് നമ്മളെ സോപ്പ് ഉണ്ടാക്കാനുള്ള അച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 സൈസ് അച്ചാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു അച്ചെന്ന് പറയുന്നത് നമുക്ക് പിടിക്കാനൊക്കെ ഉള്ളൊരു സംഭവം കുറച്ച് തള്ളി നിൽക്കുന്നുണ്ട്. ഓരത്തിന് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ 2 മോഡൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 100 ഗ്രാം വെളിച്ചെണ്ണ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ടൈലിൽ മൊത്തമായിട്ട്, അതായത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സോപ്പ് നമ്മൾ ഇതിലൊഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന്, അതായത് ഉണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊത്തത്തിൽ ഇതൊന്ന് ടൈല് മൊത്തത്തിലാക്കിയിട്ട് ഒന്ന് വെളിച്ചെണ്ണ മൊത്തമാക്കി എടുക്കുക. അപ്പോൾ ഇനി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ മോൾഡിലും വെളിച്ചെണ്ണ പുരട്ടിയിട്ട് എല്ലാ മോൾഡിലും നമ്മൾ വെക്കണ എല്ലാ മോൾഡിലും എത്ര മോൾഡ് ഉപയോഗിക്കുന്നുണ്ടോ എല്ലാ മോൾഡിലും വെളിച്ചെണ്ണ തേച്ചിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ വെക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിൽ നമ്മളെ മോൾ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടായില്ല, അതിലാണ് നമ്മളെ കളറും പെർഫ്യൂമും ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതും കൂടി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എടുക്കണത് നമ്മളെ പൗഡറാണ്, അതായത് കളറാണ്. കളർ വൈറ്റ് തന്നെയാണ്, പ്രത്യേകിച്ച് കളറൊന്നും നമ്മൾ ഇപ്പോൾ എക്സ്ട്രാ കളർ ചേർക്കുന്നില്ല, വൈറ്റ് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടി വൈറ്റ്, നല്ല ഒരു വൈറ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി വൈറ്റാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വൈറ്റിൻ്റെ ടോപ്പ് ഭാഗം അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മൊരു ചെറിയ പാത്രം നേരത്തെ എടുത്തായിരുന്നു, അതുപോലെ തന്നെ ഒരു പാത്രം കൂടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊടി മൊത്തമായിട്ട് അങ്ങനെ കൊട്ടി കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം പൊടി പുറത്ത് പോകാതെ നോക്കാം. ആകെ കുറച്ച് പൊടിയുള്ളത്, അത് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് 25 മില്ലി പെർഫ്യൂം നമ്മൾ ഈ കളറിലേക്ക്, അതായത് വൈറ്റ് കളർ തന്നെയാണ്, പ്രത്യേകിച്ച് കളർ എന്ന് പറയാനൊന്നുമില്ല, അതിലേക്ക് നന്നായിട്ട് ഒഴിച്ചിട്ട് ഫുൾ ഒഴിക്കുക. ഒട്ടും ബാക്കി വെക്കണ്ട, ആകെ കുറച്ചുള്ളൂ, 25 മില്ലി ഉള്ളൂ. അപ്പോൾ അത് മൊത്തമായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കളറും പെർഫ്യൂമും വേറിട്ട് നിൽക്കരുത്. നന്നായിട്ട് കളറും പെർഫ്യൂം കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ അത്രയും നല്ല രീതിയിൽ തന്നെ ഇളക്കി അടിപൊളിയാക്കി രണ്ടും ഒന്നിച്ച് ലയിപ്പിച്ചെടുക്കുക അടിപൊളിയായിട്ട്. അപ്പോൾ ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 900 ഗ്രാം വെളിച്ചെണ്ണ വേറെ മാറ്റി വെച്ചിരുന്നു നമ്മളെ കുപ്പിയിൽ തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ പൗഡർ ഇട്ടായിരുന്നു. അപ്പോൾ ആ പൗഡറിലേക്ക് നമ്മൾ 900 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിക്കുമ്പോൾ പൊടി പാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം താഴ്ത്തി പിടിച്ച് ഒഴിക്കാനാണ്. ഇപ്പോൾ താഴ്ത്തി പിടിച്ചാണ് ഒഴിച്ചേക്കണ്. അപ്പോൾ താഴ്ത്തി പിടിച്ച് തന്നെ നിങ്ങൾ ഒഴിക്കുക നമ്മളെ ബക്കറ്റിലേക്ക്. പൊടി പാറിക്കഴിഞ്ഞാൽ ചിലർക്ക് അലർജി ഉള്ളവർക്കൊന്നും പറ്റില്ല, അതുകൊണ്ട് തന്നെ പൊടി പാറാതെ നോക്കാം. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ വെളിച്ചെണ്ണ കുപ്പി മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ, നമ്മളെ മുടി അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ പ്രാണികളൊന്നും വീഴാതെ നോക്കുക. അതായത് നമ്മൾ അതിന് വേണ്ടി ഒരു ക്യാപ്പ് വെക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു തവിയോ അല്ലെങ്കിൽ ഒരു കയ്യിലോ എടുത്തിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയും നമ്മൾ ടാൽക്കം പൗഡർ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. കാരണം നമ്മൾ നേരത്തെ മറ്റേത് മിക്സ് ചെയ്ത പോലെയൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ കറക്റ്റ് പെർഫെക്റ്റ് രീതി പറ്റണ പോലെ മാക്സിമം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഏകദേശം ഒരു അരമണിക്കൂറാണ് നമ്മൾ മൊത്തത്തിൽ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ, അതായത് ഇന്നലെ കലക്കി വെച്ച നമ്മളെ ഇതുണ്ടല്ലോ, ഏത് നമ്മളെ കാസ്റ്റിക് സോഡയിലെ ലായനിയാണ് നമ്മൾ ഇതിലേക്ക് ഒരു 15 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ശേഷം ഒരു 15 മിനിറ്റും കൂടിയും ഇളക്കിയിട്ട് വേണം, എന്നാലേ നമുക്ക് അരമണിക്കൂർ കിട്ടുള്ളൂ. അപ്പോൾ അതായത് മൊത്തത്തിൽ അരമണിക്കൂറാണ് ഇളക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇന്നലെ തലേദിവസം കലക്കി വെച്ച നമ്മളെ കാസ്റ്റിക് സോഡ ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ ഇളക്കാൻ നോക്കാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മൊരു 5 മിനിറ്റും കൂടി ഉള്ളൂ അരമണിക്കൂറിന്. അപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ എന്താ പറയുക, നമ്മളെ വെളിച്ചെണ്ണ, അതായത് വെളിച്ചെണ്ണ ഒരു മോൾഡിൽ പറ്റിയതിന് ശേഷം കുറച്ച് ബാക്കി ഉണ്ടാവും, അതും കളറും പെർഫ്യൂമും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മളെന്താ പറയുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണ മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്, കാരണം വേറിട്ട് നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അത് ശേഷം എന്ന് പറയുന്നത് നമ്മളെ കൈ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ കൈയും ഇതൊക്കെ തന്നെയാണ്. കാരണം നമ്മൾക്ക് ഭയങ്കര ഡേഞ്ചറാണ് ഇതിൻ്റെ
എന്താ പറയുക, ഇതിനൊരു ചൂട് വരും. അതുമാത്രമല്ല നമ്മളെ കൈമഞ്ഞ് നമ്മളെ ഈ ലിക്വിഡ്, അതായത് നമ്മളെ സോപ്പിൻ്റെ ഈ സാധനം ഇത് ലയിച്ചതിന് ശേഷം നമ്മളെ കൈമായി കഴിഞ്ഞാൽ പറയേണ്ട കേസ് അനുഭവം ഉള്ളതാണ്. കാരണം ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ട് എൻ്റെ കൈമൊക്കെ ആയി ജസ്റ്റ് തൊലിയൊക്കെ പോയതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. കൈമാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഗ്ലൗസിന് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, എന്നാലും ഇതിൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ ഗ്ലൗസ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ കളറ് പെർഫ്യൂം നമ്മൾ മിക്സ് ചെയ്ത് വീഡിയോ കണ്ട പോലെ നന്നായിട്ട് ഒഴിച്ചിട്ട് മാക്സിമം പാത്രത്തിലുള്ള ഇതിലേക്ക് തന്നെ ഒഴിക്കാൻ നോക്കുക. കാരണം കുറച്ചുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഒരു ഇതായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇനി പറയാൻ പോണത്. നമ്മൾ അത് ഒഴിച്ചതിന് ശേഷം അതൊഴിച്ച്, അതായത് കളറും പെർഫ്യൂമും മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കട്ടി വരും. അതായത് ഒരു കുറുക്ക് രൂപത്തിലാവും, ഏകദേശം ഭയങ്കര കുറുക്കാവില്ല, ഒരുവിധം ഈ കാണുന്ന പോലെ ഒരു കട്ടി വരും. ഇപ്പോൾ ഒഴിക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്താ പറയുക കട്ടി ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇനി ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാം മുകളിൽ അങ്ങോട്ട് നിരത്തി കൊടുക്കുക നമ്മളെ എന്താ പറയുക നമ്മളെ സോപ്പിൻ്റെ ലായിന്. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് സോപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ അച്ചിലെല്ലാത്തിലും കാണിക്കുന്നില്ല, എന്നാലും നമുക്ക് ഒരുവിധം അച്ചുകളിൽ നമുക്ക് ഒഴിക്കണ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ആക്കിയിട്ട് ഒഴിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അടിപൊളിയാക്കാൻ നോക്കാം. അപ്പോൾ എനിക്ക് ഇത്രയും പെർഫെക്റ്റ് പറ്റണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ പറ്റണമെങ്കിൽ ഇതിലും അടിപൊളിയാക്കാൻ ശ്രമിക്കട്ട. അപ്പോൾ എന്തായാലും നമ്മളെ സോപ്പ് ഇപ്പോൾ 1 മണിക്കൂറായി നമ്മൾ അച്ചിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയെന്ന് പറയാം. എന്നാലും മുഴുവനായിട്ട് ഉണങ്ങിയിട്ടില്ല, കാരണം കുറച്ചും കൂടി നേരം, അതായത് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അച്ചിൽ ഒഴിച്ചതിന് ശേഷം. അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അച്ചി നടത്താം, കാരണം നല്ല രീതിയിൽ തന്നെ ഉറച്ചിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് എന്താ കടക്കിരിക്കേണ്ടത്, അതൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ അച്ചിന്ന് ഇങ്ങനെ, അതായത് നമുക്ക് പിടിക്കാനുള്ളൊരു സാധനമുണ്ട് ഈ അച്ച്. മറ്റൊരു അപ്പുറത്തിരിക്കുന്ന അച്ചിൽ പിടിക്കാനുള്ളൊരു സംഭവമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിടിക്കാനുള്ളത് സിമ്പിളായിട്ട് നമുക്ക് ഊരാൻ പറ്റും. വീഡിയോ കണ്ട പോലെ ഇങ്ങനെ 4 സൈഡിൽ പിടിച്ചിട്ട് മുകളിൽ നിന്ന് ഞെക്കി കൊടുത്താൽ അടി കൂടി പോരും. അപ്പോൾ അതുപോലെ എല്ലാം നമുക്ക് ഇങ്ങനെ ഊരെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സോപ്പ് കിട്ടിയെന്നറിയോ? 20 സോപ്പ് ഏകദേശം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളൊരു 75 രൂപയുടെ നമ്മളൊരു ഇതാണ്, അത് പാക്കറ്റാണ്. അതിൽ നമുക്കൊരു 20 സോപ്പോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് സാധാരണ ഒരു സോപ്പിന് 20 രൂപ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു 20 നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര രൂപ വരുന്നുണ്ടെന്ന്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 75 രൂപയുടെ കൊണ്ടാണ് നമുക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റുമോ. അപ്പോൾ ഇതേ കണ്ടോ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 കണ്ട ഗൈസ്. അപ്പോൾ 20 സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഈ മോൾഡ് നമുക്ക് ഇനിയും സോപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മോൾഡ് നമുക്ക് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മോൾഡ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ടതാ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സോപ്പ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സോപ്പ് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഒരു 20 സോപ്പ് നമുക്ക് കിട്ടിക്കേണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പറയുക, ഇത് എന്തായാലും ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിച്ച് തുടങ്ങാൻ. ഗൈസ്, അപ്പോൾ നമ്മളെ സോപ്പ് ടെസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ഉണ്ടാക്കിയ സോപ്പ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാനായിട്ട് നമ്മൾ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും കുറച്ച് മുന്നറിയിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കുളിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ കുളത്തിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമുക്ക് സോപ്പ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മളെ സോപ്പ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സോപ്പ്. ഇവിടെ 2 3 എണ്ണം 4 കൊണ്ടിട്ടുണ്ട്. എല്ലാ സോപ്പും കൂടി നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു 4 സോപ്പ് ഇങ്ങോട്ട് കൊണ്ടിട്ടുണ്ട്. എന്തായാലും ഒരെണ്ണം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ സോപ്പ് അതായത് മോൾഡിൽ നിന്ന് കൂരിയതിന് ശേഷം നമ്മൾ എന്തായാലും ഒരു 3 ആഴ്ച ഉണങ്ങാൻ വെക്കണത്. കറക്റ്റായിട്ട് ഉണങ്ങണം. അതുവരെ ഒരു ചെറിയ ചൂടുണ്ടാവും ഈ സോപ്പിന്. ഉണങ്ങണം വരെ കറക്റ്റായിട്ട് ഒരു 3 ആഴ്ച വരെ ചെറിയ ചൂടുണ്ടാവും. അതിനുശേഷം നമ്മൾ എടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനിടയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതിനിടയിൽ എന്തായാലും ഉപയോഗിക്കരുത്. ഇത് അതിനിടയിൽ എടുത്ത് ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും സോപ്പ് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് കാണിച്ചു തരാം. നമുക്ക് ഇത് പതപ്പിച്ചൊക്കെ നോക്കാം, എങ്ങനെ ഇതിൻ്റെ പതയും കാര്യങ്ങളൊക്കെ നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പതയുണ്ട് കേട്ടോ. കറക്റ്റ് അടിപൊളിയായിട്ട് പതയുണ്ട്. നമ്മളെ സോപ്പ് നമുക്ക് ജസ്റ്റ് തേച്ച് കാണിച്ചു തരാം. യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ കറക്റ്റ് സോപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ കൈമ മൊത്തം തേച്ചുണ്ട്, മൊത്തമായിട്ട് തേച്ചുണ്ട്. അപ്പം ഇനി ജസ്റ്റ് ഒന്ന് മുഖത്തും കൂടി തേച്ചിട്ട് കാണിച്ചു തരാം. യാതൊരു പ്രശ്നങ്ങളില്ല. കാരണം നമ്മൾ കറക്റ്റ് സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ധൈര്യപ്പെട്ട് ഉണ്ടാക്കാം. സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് സോപ്പ് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക്
മൂത്ത് തേച്ച് കാണിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തോ. പിന്നെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ ഇനി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ റേഡിയോസ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിലും അടിപൊളി വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലേക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് സോപ്പ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വെള്ളത്തിലേക്ക് ആടിയാലോ. വാ.